ഇടക്കാലത്തെ കേരളത്തിലെ വിവാദ നായകനായിരുന്ന ADGP MR അജിത് കുമാർ ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ അയച്ച പുതിയ പോലീസ് മേധാവിമാരുടെ പട്ടികയിലാണ് ADGP MR അജിത് കുമാറും ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. നിലവിൽ 6 IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് പുതിയ പോലീസ് മേധാവിയുടെ പട്ടിക എന്ന രൂപത്തിൽ അയച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ അല്ല. പകരം റോഡ് സേഫ്റ്റി കമ്മീഷണറായ നിതിൻ അഗർവാൾ ആണ് പട്ടികയിലെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ IPS ഉദ്യോഗസ്ഥൻ. ഈ പട്ടികയിൽ MR അജിത് കുമാറിന് പുറമെ നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ADGP MR അജിത് കുമാർ ഈ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ ഇടതുപക്ഷത്തിനുള്ളിൽ പോലും ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രമേൽ പഴികേട്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാദ നായകനായി മാറിയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. ADGP MR അജിത് കുമാറിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ദിവസങ്ങളോളം ADGPയെ മാധ്യമമുറിയിലെ ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ചെയ്തത് മുൻ MLAയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറാണ്. PV അൻവർ ഇടക്കാലത്ത് 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. ആദ്യത്തേത് തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ ഫിറോസ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ആരോപണം. ADGP MR അജിത് കുമാർ അതിനു മുൻപായി ചില RSS നേതാക്കളുമായി, അതും പ്രധാനപ്പെട്ട RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ലക്ഷ്യത്തോടെ ആയിരുന്നു എന്നുമായിരുന്നു PV അൻവറിന്റെ ആരോപണം. പക്ഷെ ആ ആരോപണം തെളിയിക്കാൻ തക്ക യാതൊരു തെളിവും അന്വേഷണം നടത്തിയ സംഘത്തിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ കേസിൽ, ആ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിക്കാത്ത മറ്റൊരാരോപണം PV അൻവർ ഉന്നയിച്ചത് നിലനിൽക്കുന്നുണ്ട്. അത് ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനമാണ്. ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം ഇടക്കാലത്ത് വലിയ വിവാദമായി മാറിയതാണ്. ADGP തിരുവനന്തപുരം കവടിയാറിൽ പണിതുകൊണ്ടിരിക്കുന്ന അത്യാഡംബര ഭവനം ഉൾപ്പെടെ വലിയ വിവാദമായി മാറിയത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. അതിനു പുറമെ ADGP ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സ്ഥലമിടപാടും വലിയ വിവാദമായി മാറിയിരുന്നു. ഈ കേസുകളിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. ADGP MR അജിത് കുമാറിന് ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നു. അത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ADGPക്ക് ബന്ധമുണ്ട് എന്ന ആരോപണമായിരുന്നു. പക്ഷെ ആ ആരോപണം കഴമ്പില്ലാത്തതാണെന്ന് അന്വേഷണത്തിൽ തെളിയുകയുണ്ടായി. യാതൊരു തെളിവുകളും അത് സാധൂകരിക്കാൻ PV അൻവറിന് ഹാജരാക്കാൻ സാധിച്ചില്ല എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ ADGP MR അജിത് കുമാർ എന്ന RSS നേതാക്കളുമായി അങ്ങോട്ട് പോയി ചർച്ച നടത്തുന്ന IPS ഉദ്യോഗസ്ഥൻ ഒരു നിഷ്കളങ്കനാണ് എന്ന് വിശ്വസിക്കുക അസാധ്യമാണ്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തെ പുതിയ പോലീസ് മേധാവിയുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അല്പം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ലഭിക്കും. മുൻപ് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ADGP ആയിരുന്ന സെൻകുമാറിനെ DGP ആക്കുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് അതിലേറ്റ തിരിച്ചടി തന്നെയാണ് ഇത്തവണ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ADGP MR അജിത് കുമാറിനെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ തടഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ADGP MR അജിത് കുമാർ ഉടനെ ഒന്നും കേരളത്തിന്റെ പോലീസ് മേധാവിയായി മാറില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ADGP MR അജിത് കുമാറിനേക്കാൾ സീനിയറായ ഒരുപാട് IPS ഉദ്യോഗസ്ഥർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡ് സേഫ്റ്റി കമ്മീഷണർ ആയിട്ടുള്ള നിതിൻ അഗർവാൾ ഉൾപ്പെടെയുള്ളവരാണ് പട്ടികയിലെ ഏറ്റവും സീനിയറായ IPS ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ ADGP MR അജിത് കുമാർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നത് ഒരു വിവാദമായി മാറാൻ സാധ്യതയുണ്ടെങ്കിലും അത് ഇടതുപക്ഷത്തിന് കാര്യമായ പരിക്കുകൾ ഏൽപ്പിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.